രാത്രിയിലും കനത്ത മഴ തുടരുകയാണ്. ഇടുക്കി ജില്ലയിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ 6 മണിവരെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ 3 ഷട്ടറുകൾ വൈകുന്നേരത്തോടെ ഉയർത്തി. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ മരം വീണും ചെറുതോണി കട്ടപ്പന റോഡിൽ പാറ വീണും ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി മരടിൽ, തിരുവനന്തപുരം കഴക്കൂട്ടം, കൊല്ലം കടയ്ക്കൽ, കാസർഗോഡ് കോട്ടപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലും വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരം വീണു. ആളപായമില്ല. പലയിടങ്ങളിലും ഗതാഗതം വൈദ്യുതി വിതരണവും ഒക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് കൂടരഞ്ഞി കക്കാടംപൊയിൽ റോഡിൽ അതുപോലെ ചാലക്കുടിയിലും വീടിന് സമീപത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട അരയാഞ്ഞിലി മണ്ണിൽ 200ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കോസ്വേ മുങ്ങി. രാഹുൽ വിജയനും സമീർ സി മുഹമ്മദും സുരേഷ് സജിയും വിവരങ്ങൾ നൽകും. രാഹുൽ, ഇടുക്കിയിലെ സാഹചര്യം എന്താണ്? രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട്. അവിടെ ചെറുഡാമുകളൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പലതും തുറന്നു. മണ്ണിടിച്ചൽ ഭീഷണി എത്രത്തോളമുണ്ട് ഹൈറേഞ്ച് മേഖലയിൽ? വിജയകുമാർ, ഇടുക്കിയിൽ വ്യാപകമായി മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഒരു ജീപ്പിന്റെ മുകളിലേക്കാണ് ആ മണ്ണും മരവും കൂടി ഇടിഞ്ഞു വീണിരിക്കുന്നത്. ആർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണെങ്കിൽ പോലും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗതാഗതം നിലച്ചിരിക്കുകയാണ്. മരം മുറിച്ചു മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, മൂന്നാർ മേഖലയിലാണ് വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ആളുകൾക്ക് അപായമൊന്നും ഇല്ലെങ്കിൽ കൂടിയും വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവികുളം താലൂക്കിലും അതുപോലെ തന്നെ പീരുമേട് താലൂക്കിലുമാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തതായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ 2 സ്ഥലങ്ങളിലാണ് കൂടുതൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ 3 ഷട്ടറുകളായിരുന്നു നിലവിൽ തുറന്നിരുന്നത്. അത് 1 ഷട്ടർ കൂടി ഉയർത്തിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ജലം മുതിരപ്പുഴയാറിലേക്ക് ഒഴുകുകയാണ്. അത് പെരിയാറിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ പാമ്പള ഡാമിന്റെ ഷട്ടറുകളും കൂടുതൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരത്തുള്ളവർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. രാത്രിയാത്ര ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ, തീർച്ചയായും ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. റോഡിൽ പലയിടത്തും പാറക്കെട്ടുകളൊക്കെ ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വൻമരങ്ങൾ കടപുഴകി വീണും ഗതാഗതം തടസ്സപ്പെട്ട വിവരമാണ് ഇടുക്കിയിൽ നിന്ന് രാത്രിയിലും വരുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സമീർ, ഈ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നുണ്ട്. അവിടെ ചില ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് രാത്രിയിലെ സാഹചര്യം? എത്രത്തോളം ജാഗ്രത ഈ സമയത്ത് വേണം അവിടെ? വിജയകുമാർ, പകൽ സമയത്തുണ്ടായിരുന്നതുപോലെ തന്നെ സന്ധ്യയോടെ ആ മഴയ്ക്ക് ഇപ്പോഴും ഒരു ശമനവുമായിട്ടില്ല. ശക്തമായ മഴ തുടരുന്നുണ്ട്. പ്രധാനമായും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് മലയോര മേഖലയിൽ തന്നെയാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതിൽ നാദാപുരത്താണ് ഒരു വീട് പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശക്തമായ മഴയിൽ 2 നില വീട് നിലംപൊതിക്കുകയായിരുന്നു. ആ വീട്ടമ്മ ഉൾപ്പെടെ ഉള്ളവർ അവിടെ നിന്ന് മാറിയുന്നു എന്നുള്ളത് കൊണ്ടാണ് വലിയ ഒരു ദുരന്തം വഴിമാറിയത്. അതുപോലെ തന്നെ മുക്കം കക്കാടംപൊയിൽ ഭാഗത്തും ഇപ്പോഴും മഴ തുടരുന്നു. അവിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡിലേക്കാണ് മരങ്ങളും അതുപോലെ തന്നെ മണ്ണും ഇടിഞ്ഞു വീണിരിക്കുന്നത്. ആ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ മരങ്ങൾ വീണുകൊണ്ട് വിവിധ ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ വീഴുകയും വൈദ്യുതി തടസ്സം നേരിടുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ KSEB ഉദ്യോഗസ്ഥരും എത്തിക്കൊണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഒപ്പം തന്നെ മലയോര മേഖലയിലേക്ക് വരുമ്പോൾ അവിടങ്ങളിലുള്ള അപകട സാധ്യത, ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പരമാവധി ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. പ്രധാനമായും ഈ മുക്കം മേഖല അതുപോലെ താമരശ്ശേരി ഭാഗത്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്, കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തീരമേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. പ്രധാനമായും ചാലിയാറിന്റെയും അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ഒക്കെ തീരങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കടലാക്രമണ സാധ്യതയുണ്ട്. അത്തരം മേഖലകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഏതായാലും മഴയ്ക്ക് ഇപ്പോഴും ശമനം ആയിട്ടില്ല. ജില്ലയിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. എന്നാൽ മലബാറിൽ മറ്റ് ജില്ലകളിലേക്ക്, വയനാടും കോഴിക്കോടും ഓറഞ്ച് അലേർട്ടും, മറ്റ് 3 ജില്ലകളിൽ കാസർഗോഡ്, കണ്ണൂർ അതുപോലെ മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടുമാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ 2 വീടുകളാണ് തകർന്നിരിക്കുന്നത്. അതുപോലെ കാസർഗോഡ് ജില്ലയിലും 2 വീടുകൾ തകർന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 3 വീടുകളും തകർന്നിരിക്കുന്നു. ഈ ജില്ലകളിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വയനാടും മലപ്പുറവും താരതമ്യേന നാശനഷ്ടങ്ങൾ കുറവാണ്.
എന്തായാലും ഈ 3 വീട് ആകെ 7 വീടുകൾ തകർന്നു. എന്നിരുന്നാലും ആ സമയങ്ങളൊന്നും വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. ശരി സമീർ, എന്തായാലും വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. മഴ 2 ദിവസം കൂടി ഏറ്റവും ചുരുങ്ങിയത് തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നമ്മൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്കാണ് വരുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഈ ചാലക്കുടിയിലെ മണ്ണിടിച്ചിൽ ആശങ്കാജനകമാണോ? തുടർച്ചയായി ആ മേഖലയിൽ മണ്ണിടിയുന്നു എന്നാണല്ലോ നമ്മൾ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? വിജയകുമാർ, ചാലക്കുടിയിൽ ഇത് 3ാം തവണയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു വഴിക്ക് വേണ്ടി മണ്ണെടുത്ത് മാറ്റിയതാണ്. പക്ഷേ ഇത് ഈ മണ്ണെടുക്കുന്ന സമയത്ത് തന്നെ പ്രദേശവാസികൾ പറഞ്ഞിരുന്നതാണ് വലിയ അപകട ഭീതിയുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണ് ഈ മേഖലയിൽ നിന്ന് എടുത്തു മാറ്റി ഈ ഭീതി ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മഴയ്ക്ക് മുമ്പ് അത്തരം പ്രവർത്തനങ്ങൾ നടക്കാതെ പോയതാണ് ഈ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ മണ്ണിടിഞ്ഞു വീണ ഒരു കാർ അടക്കം ഈ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റു മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 20 മീറ്റർ വീതം വെള്ളം ഷട്ടർ താഴ്ത്തിക്കൊണ്ട് വെള്ളം ഒഴുക്കിക്കളയാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. പക്ഷേ ഒരു സാങ്കേതിക പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നീരൊഴുക്ക് ഈ മേഖലയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഡാം അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി കൂടുതൽ വെള്ളം ഒഴുക്കിക്കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. രാത്രി സമയങ്ങളിൽ കൂടുതൽ ജലം ഒഴുക്കിക്കളയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടി പുഴയുടെ തീരങ്ങളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. മറ്റു മേഖലകളിലേക്ക് വന്നാൽ കുന്നംകുളത്തടക്കം ഈ കനത്ത കാറ്റിൽ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധ മേഖലകളിൽ കുന്നംകുളത്ത് ഈ മരം മറിഞ്ഞു വീണതിനെ തുടർന്ന് ഈ വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗുരുവായൂർ ക്ഷേത്രമുറ്റത്ത് നിന്നിരുന്ന മരം മറിഞ്ഞു വീണതിനെ തുടർന്ന് നോർത്ത് പറവൂർ സ്വദേശിയായിട്ടുള്ള യുവതിക്ക് രാവിലെ പരിക്കേറ്റിരുന്നു. അങ്ങനെ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ മഴ കനത്ത രീതിയിൽ തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ നാശനഷ്ടങ്ങളും വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജില്ലാ ഭരണകൂടം എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം അത് ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് നൽകുന്നുമുണ്ട്. വിജയകുമാർ, യെസ്, ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കൂടുതൽ വെള്ളം തുറന്നുവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് ഒന്നുകൂടി പരിശോധിക്കാം. 4 ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.